നമസ്തേ. നമ്മുടെ ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. ഫോളോ ചെയ്ത് വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മാക്സിമം നമ്മുടെ യോഗ ബ്ലോക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങളിനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നോക്കിയിട്ടുള്ളതല്ല, ഓഫ്‌ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു തയ്യാറെടുപ്പ് നല്ലതാണ്. ഇപ്പോൾ മോർണിംഗിലാണെങ്കിലും ഈവനിങ്ങിനാണെങ്കിലും നമ്മൾ പല സിറ്റുവേഷനിൽ നിന്നും ഒരു പ്രത്യേക ചുറ്റുപാടിൽ വന്നിട്ടാണ് ഇരിക്കുക അല്ലേ? പല സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ആളുകളോട് പെരുമാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമുക്കൊന്ന് വരണമെങ്കിൽ അല്ലേ, ഒരു 1 2 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ? ഡയറക്റ്റ് വന്നിരുന്ന് ചെയ്യുന്നതിനേക്കാൾ അത് കുറച്ചുകൂടി ഗുണം ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി കണ്ണടച്ചിരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. തല നേരെ. ശരീരം മുഴുവനായും ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ശ്വാസത്തിലേക്ക് ശ്രദ്ധ വെക്കാം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതുക്കെ പുറത്തു വിടാം. റിലാക്സ് യുവർ മൈൻഡ്. ബ്രീത്ത്. കൈകൾ ശരിക്കൊന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. ദെൻ സാവധാനം പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ നെക്ക് സ്ട്രെച്ച് ചെയ്തോളൂ. ഇൻഹേൽ, എക്സേൽ. 2 3 4 5 6 7 8 9 10. അതുപോലെ രണ്ട് വശങ്ങളിലേക്ക് 1 2 3 4 5 6 7 8 9 10. നമ്മുടെ കൈകളൊന്ന് ലൂസ് ചെയ്തേ. ഷോൾഡർ ജോയിൻറ്റ്സ് നമുക്ക് നിന്നുകൊണ്ടും ലൂസനിങ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതുകൂടി ചെയ്യാം കേട്ടോ. പറ്റുന്നത് പോലെ നന്നായിട്ട് മൂവ് ചെയ്യട്ടെ ആ ഒരു ജോയിൻറ്റ്. തിരിച്ച് അത് റിവേഴ്സ് ചെയ്തേ. 1 2 3 4 5 6 7
8 9 10. ഓക്കെ, അതേപോലെ വലത് കൈ ഇടത് കാൽമുട്ടിന് വില വെച്ചിട്ട് ശരീരം ഒന്ന് തിരിയട്ടെ. അപ്പർ ബോഡി തിരിഞ്ഞു നിന്നു. ടൈറ്റ്. നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. പതുക്കെ നിവർന്ന് വരാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്തേ. അതേപോലെ ദീർഘശ്വാസത്തിൽ ഹോൾഡ് ചെയ്യുക. പതുക്കെ നിവർന്ന് വരാം. നമ്മുടെ ഇടത് കൈ നിലത്ത് വെച്ചു. നന്നായിട്ടൊരു ഇൻഹേൽ ചെയ്തുകൊണ്ട് വലത് കൈ മുകളിലേക്ക് ഉയർത്തി ശരിക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് സ്ട്രെച്ച് ചെയ്തു. ടൈറ്റ്. ശരിക്കും നിവർന്ന് വരുന്നു. ബ്രീത്ത് ഔട്ട്. പുറത്ത് താഴെ വെക്കുന്നു. അതേപോലെ ലെഫ്റ്റ് ഉയരട്ടെ. ബ്രീത്ത് ഇൻ. ഉയർന്ന് വന്ന് ടൈറ്റ് ചെയ്തു. ബ്രീത്ത് ഔട്ട്. വീണ്ടും നിവർന്ന് വരാം. കൈകൾ റിലീസ് ചെയ്യാം. ഇനി രണ്ട് കൈകളും മുകളിലേക്ക് ഒന്ന് ഉയർത്തി ടൈറ്റ് ചെയ്തു. സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ശരിക്കും എക്സേൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്തേ. ഇൻഹേൽ ചെയ്ത് വീണ്ടും നിവർന്ന് വരാം. എക്സേൽ. പതുക്കെ കൈകൾ റിലീസ് ചെയ്തു. റിലാക്സ്. ഇനി നമ്മുടെ കാലുകൾ സാവധാനം നീട്ടി വെക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം. ആദ്യം കാലുകൾ കുറച്ച് തവണ ഒന്ന് മടക്കി നിവർത്തിയായി. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി കാലുകൾ കുറച്ച് വിട്ട് അകത്തി വെച്ച് ശരിക്ക് മറച്ച് കൊടുക്കും ഒരു സൈഡിലേക്ക്. അരക്കെട്ടൊക്കെ നിവർത്തി. 1 ഓപ്പോസിറ്റ് 2 3 4 5 6 7 8 9 10. 1 2 3 4 5. ഓക്കെ, ഇനി നമ്മുടെ കാലുകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പതുക്കെ വെറുതെ ഒന്ന് മൂവ് ചെയ്യുക. കയ്യിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് തന്നെ. 1 2 3 4 5 6 7 8 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നമുക്കിനി നമ്മുടെ കാല് നീട്ടി വെച്ചിട്ട് ഈ കാൽപാദം ശരിക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അകത്തേക്കും പുറത്തേക്കും. 1 2 3 4 5 6 7 8 9. ലാസ്റ്റ് 1 10. അതേപോലെ പുറത്തേക്കും അകത്തേക്കും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഈ നീ ജോയിൻറ്റിനൊക്കെ ഇഷ്യൂ ഉള്ളവർ ഇത് ചെയ്യേണ്ട.
ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വലത് കാല് മടക്കി നേരെ ഒന്ന് ബാക്കിലേക്ക് വെക്കാം. അപ്പോൾ തുടക്കം ചിലപ്പോൾ നമ്മുടെ കാലുകളൊന്നും അങ്ങനെ വഴങ്ങിക്കിട്ടില്ല. അതൊരു ഇഷ്യൂ ആയിട്ട് കാണുകയേ വേണ്ട. നമ്മൾ ലാസ്റ്റ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറ്റുന്നത് എങ്ങനെയോ അങ്ങനെ ചെയ്യാം. കാല് മടക്കി ബാക്കിലേക്ക് വെച്ചു. വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽപാദം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ കേട്ടോ. മാക്സിമം ഒന്ന് വെക്കുക. ഒരു കോർണർ ആയിക്കട്ടെ ഇവിടെ ഇങ്ങനെ. ശരിക്കും മുകളിലേക്ക് കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, ടൈറ്റ്. നമ്മളിങ്ങനെ കാല് മടക്കി വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീൽ വരും. അത് കാര്യമാക്കണ്ട. മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ശരിക്കും സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതുക്കെ താഴേക്ക് വരാം. 1. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, നിവർത്തി കൊടുത്തു, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കൈ നിവർത്തി കൊണ്ടുവരിക, പതുക്കെ റിലീസ് ചെയ്തു. അതേപോലെ അടുത്ത കാല് കൂടി ഒന്ന് ചെയ്യാം. നമ്മളിതെല്ലാം പാർട്ടാണ്, ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്ന റൂട്ടുകൾ തന്നെയാണ് കേട്ടോ. അടുത്ത കാലൊന്ന് മടക്കി വെച്ചു. അതേപോലെ ചെയ്തേ. ശരിക്കും ഇൻഹേൽ ചെയ്ത് കൈ നിവർത്തി, എക്സേൽ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിവർത്തി കൊണ്ടുവരിക, പതുക്കെ റിലീസ്, റിലാക്സ്, റിലാക്സ് ചെയ്തു. ഇനി നമ്മൾ നേരെ കാലിലേക്ക് ഇരുന്നേ. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ഇരുന്ന് ശീലിക്കുമ്പോൾ ഈ ഒരു രീതി കൂടി, ഈ ഒരു ആംഗിൾ കൂടി ഒന്ന് റെഡി ആവും. അതിനനുസരിച്ച് ഒന്ന് കണ്ണടച്ച് നിവർന്നിരുന്നു കൊണ്ട് റെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേപോലെ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. അപ്പോൾ നെറ്റിയുടെ അടിയിൽ ഒരു പില്ലോയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒന്നും അനങ്ങാതെ കണ്ണടച്ചിട്ട് നോർമൽ ബ്രീത്തിൽ ഇവിടെ ഒന്നും അനങ്ങാതെ നിൽക്കുക. ഒരു ബ്രീത്ത് എടുത്തുകൊണ്ട് നിവർന്ന് വരാം. റിലാക്സ്. നിങ്ങളിങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഫേസിലൊരു പ്രഷർ ഫീൽ ചെയ്യുക, ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നിൽക്കുന്ന രീതി കറക്റ്റ് അല്ല എന്ന് തന്നെയാണ്. ബെല്ലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ ബെല്ലി ഇവിടെ അമർന്ന് നിൽക്കുമ്പോൾ ഫേസിലേക്കാണ് ആ പ്രഷർ പോവുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിർബന്ധമായിട്ടും ഒരു യോഗ ബ്ലോക്കൊക്കെ അടിയിൽ വെച്ചിട്ട് തന്നെ വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒരു കൈ നേരെ മുൻപിലേക്ക് പതിച്ച് വെച്ചിട്ട് കൈയിലേക്ക് വായോ. പതുക്കെ അരക്കെട്ടൊന്ന് താഴ്ത്തി കൊടുത്തു. റിലാക്സ്. ഇതിലൊന്ന് വളഞ്ഞു നിന്നേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഭുജംഗാസനം ചെയ്തു അല്ലേ. കാലൊക്കെ ചേർത്ത് വെക്കുക, ബെൻഡ് ചെയ്യുക, ഹോൾഡ് ചെയ്തോ മുൻപിലേക്ക് നോക്കിക്കൊണ്ട്.
കയ്യിൽ താങ്ങി നിൽക്കാൻ പ്രയാസമാണെങ്കിൽ താഴേക്ക് വിട്ടോളൂ, എന്നിട്ട് പതുക്കെ നിന്നാൽ മതി. എന്നിട്ടൊന്ന് ബാക്കിലേക്കൊന്ന് മുട്ടുകുത്തി വന്നു. നേരെ കാല് പതിച്ച് വെച്ച് മുകളിലേക്ക് ഒന്നുകൂടി മൂവ് ചെയ്യട്ടെ. ശരിക്ക് ബാക്കിലേക്ക് അമർത്തി കൊടുത്ത് ഹോൾഡ് ചെയ്തേ. ഹോൾഡ്. പതുക്കെ മുട്ടുകുത്തി വളഞ്ഞ് ഒന്നുകൂടി ചെയ്തേ. അതേപോലെ സ്ട്രെച്ച് ടൈറ്റ്. വീണ്ടും നേരെ മുകളിലേക്ക്. ചെയ്യാൻ പ്രയാസമുള്ളവർ പറ്റുന്നത് പോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. വീണ്ടും നേരെ മുട്ടുകുത്തി താഴേക്ക് വന്നു. നേരെ കാലിലേക്ക് ഇരിക്കുക. വീണ്ടും കാലിലേക്ക് ഇരുന്നു. റിലാക്സ്. ഇപ്പം നമ്മൾ ചെയ്തു പോകുന്ന രീതികളിൽ ഒരു തയ്യാറെടുപ്പ് പോലെയാണ്. അതായത് അത്യാവശ്യം ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു, ഒരു സ്ട്രെച്ചിങ് കൊടുക്കുന്നു, ഓവറോൾ എല്ലാ മസിൽസിനെയും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ബാലൻസ്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് 2 കൈ ഒന്ന് കുത്തി നിൽക്കുക. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം സ്പൈൻ ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് പതുക്കെ തല ഉയർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ നട്ടെല്ല് താഴേക്ക് വളച്ചു കൊടുത്തു. ടൈറ്റ്. എക്സേൽ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. ഇതേപോലെ തന്നെ കൈ കുത്തി നിന്നിട്ട് കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആവും. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതികളാണ്. ഇനി നിങ്ങളുടെ വലത് കൈയും ഇടത് കാലും ഒന്ന് നിവർത്തി പിടിച്ച് ടൈറ്റ്. വലത് കൈ, ഇടത് കാല്. അപ്പോൾ നമ്മുടെ നിലത്തിരിക്കുന്ന കയ്യിലും കാലിലും കറക്റ്റ് ബാലൻസ് കൊടുക്കുക. നോട്ടം മുന്നിലേക്ക്. എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ എടുത്ത് അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. പതുക്കെ കാലിലേക്ക് ഇരിക്കാം. റിലാക്സ്. റെസ്റ്റ് ചെയ്തു.
നേരെ നമ്മുടെ മാറ്റിലേക്ക് ഒന്ന് കമിഴ്ന്ന് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ശലഭാസൻ അതിൻ്റെ ഒരു രീതി നമുക്കൊന്നുകൂടി ചെയ്യണം. കൈകൾ താഴേക്ക് നീട്ടി നിവർത്തി വെച്ചു. ശരിക്കും ഇൻഹേൽ ചെയ്തുകൊണ്ട് ഫുൾ ബോഡി ഒന്ന് ഉയർത്തി കൈയൊക്കെ നീട്ടി സ്ട്രെച്ച്. ചെസ്റ്റ് ഓപ്പൺ ആണ്. ഹോൾഡ് ചെയ്യാം. പതുക്കെ റിലീസ് ചെയ്തിട്ട് കൈകൾ താഴെ വെച്ചു. അതേപോലെ ഒന്നുകൂടി ചെയ്തേ. കൈകൾ താഴെ വെക്കുന്നു. ഇൻഹേൽ, ഉയരട്ടെ, അപ്പ്, പൊന്തി, ഹോൾഡ് ചെയ്യാം. ഡൗൺ. പതുക്കെ റിലാക്സ്, റെസ്റ്റ് എടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മലർന്ന് കിടക്കാം. എന്നിട്ട് നമ്മുടെ കൈകൾ, രണ്ട് കൈകളും നമ്മുടെ തൈസിന് മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടറ്റവും ഒന്ന് പൊന്തി നോക്കിയേ. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ, ഒരുപാട് പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട. ജസ്റ്റ് കൈ നീട്ടി പിടിച്ചിട്ട് അബ്ഡമനിലായിരിക്കും നമ്മുടെ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുക. ഹോൾഡ് ചെയ്തോ, പറ്റുന്നത്രയും ഹോൾഡ് ചെയ്യാം. പതുക്കെ റിലാക്സ്. നമ്മുടെ സ്പൈൻ ഒന്നുകൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതി നമുക്ക് നോക്കാം. ഓരോ ഭാഗങ്ങളിലും ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം തന്നെ ചെയ്യാം. നിങ്ങളുടെ കൈകൾ രണ്ടും പുറത്തേക്ക് നീട്ടി വെച്ചേ. മാറ്റിന് പുറത്ത് നീട്ടി വെച്ചു. കാലുകൾ മാക്സിമം ഒന്ന് ചേർത്ത് അടുപ്പിച്ച് വെച്ചു. റെഡിയല്ലേ? ഒരു ബ്രീത്ത് ഔട്ട്, ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങൾ ഒരു സൈഡിലേക്ക് ഒന്ന് മറയ്ക്കുക. അപ്പോൾ മറയ്ക്കുമ്പോൾ നിങ്ങളുടെ കാല് മാക്സിമം ഈ കിടന്നിടത്ത് അങ്ങനെ തന്നെ ചെരിഞ്ഞ് വരട്ടെ. ആ കാല് നേരെ താഴേക്ക് പോകരുത്. നേരെ മേലേക്ക് തന്നെ ഒന്നിന് മേലെ ഒന്ന് നിൽക്കുന്ന പോലെ ഒരു എൽ ഷേപ്പിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു അല്ലേ. കറക്റ്റ് ആക്കിയിട്ട് കിടക്കുക. ഫേസ് നേരെ മുകളിലേക്കാണ് അല്ലേ. ഇങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. പതുക്കെ ബ്രീത്ത് എടുത്ത് നിവർന്നു വന്നു. ശരിക്കും ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ്. വീണ്ടും പതുക്കെ നിവർന്നു വരാം. എന്നിട്ട് പതുക്കെ കാല് നീട്ടി നിവർത്തി വെച്ച് കിടക്കുന്നു. റിലാക്സ്.
ഇനി നമ്മൾ വലത് കാല് ഒന്ന് മടക്കിയിട്ട് കയ്യിലൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയേ. ടൈറ്റ്. പതുക്കെ തല ഉയർത്തുക. കാലൊന്ന് അതിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഫേസ് അതിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഹോൾഡ് ചെയ്തോ, എങ്ങനെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്തോ. ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി. റിലാക്സ്. പതുക്കെ പതുക്കെ താഴെ വെച്ചു. നമ്മൾ അടുത്ത കാലം അതേപോലെ മടക്കുന്നു. ഒന്ന് ടൈറ്റ് ചെയ്തു. ടൈറ്റ് 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 ടൈറ്റ്. ബ്രീത്ത് ഔട്ട്. തല ഉയർത്തി. പതുക്കെ റിലീസ് ചെയ്യാം. റിലാക്സ്. കണ്ണടച്ചിട്ട് അങ്ങനെ തന്നെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്തോളൂ. മലർന്ന് കിടക്കുക അങ്ങനെ തന്നെ. കാലുകൾ ചേർത്ത് ബട്ടക്സിന് അടുത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് വെച്ചു. അടുത്തേക്ക് കൈ രണ്ടും താഴെ വെച്ചു. നമ്മുടെ ഇടുപ്പ് മുകളിലേക്ക് പൊന്തിച്ച് അരക്കെട്ട് ഉയരട്ടെ. മാക്സിമം നന്നായിട്ട്. മാക്സിമം അപ്പ് 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 അപ്പ്. മാക്സിമം ഉയർത്തി. ടൈറ്റ്. അവിടെ ഹോൾഡ് ചെയ്യാം. പതുക്കെ കാലുകൾ നീട്ടി സുഖമായിട്ട് കിടക്കാം. സാവധാനം ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാം. എന്നിട്ട് കൈയുടെ സപ്പോർട്ടിൽ നമുക്ക് എഴുന്നേറ്റിരിക്കാം. എഴുന്നേറ്റ് നിവർന്നിരിക്കൂ. കാലുകൾ മടക്കി നിവർന്ന് സുഖമായിട്ടിരിക്കാം. ആവശ്യമുള്ളവർക്ക് ഒരു പില്ലോയൊക്കെ വെച്ച് അതിന് മേലെ ഇരിക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ അല്ലേ, നമുക്ക് ബ്രീത്ത് ചെയ്യണം. അപ്പോൾ ഒരു കൈ നമ്മുടെ വയറിന് മേലെയും ഒരു കൈ ചെസ്റ്റിന് മേലെയും വിടർത്തി വെച്ചു. നട്ടെല്ല് നിവർത്തിയിരിക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഓർഡറായിട്ട് തന്നെ വരിക കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണണം. അങ്ങനെ ഓർഡറായിട്ട് തന്നെ ചെയ്തു വന്നോളൂ. ദീർഘശ്വാസമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സാവധാനത്തിലാണ് നമ്മുടെ ബ്രീത്ത്. ശ്വാസത്തിൻ്റെ സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ കൈകളിലൂടെ അറിയാം. ശരീരം വികസിക്കുന്നതും
ചുരുങ്ങുന്നത്. കണ്ണടച്ച് വെച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യൂ. പതുക്കെ ഇൻഹേലും പതുക്കെ എക്സേലും. എപ്പോഴും ഇൻഹേലിനേക്കാളും കുറച്ചുകൂടി ലെങ്ത് ഇരിക്കട്ടെ എക്സേലിന്. ഓരോ ശ്വാസവും പതുക്കെയാണ്, പക്ഷെ മാക്സിമം ആണ്. അങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു സുഖം ലഭിക്കട്ടെ. ആ സുഖം അറിഞ്ഞുകൊണ്ട് ചെയ്യുക. ഓരോ ബ്രീത്തും ആസ്വദിക്കുക എന്നുള്ളതാണ്. ഓരോ ശ്വാസവും ആസ്വദിക്കൂ. പതുക്കെ കൈകൾ താഴെ വെക്കാം. നിവർന്നിരുന്നുകൊണ്ട് നമുക്ക് നാഡീശുദ്ധി പ്രാണായാമത്തിൻ്റെ സെക്ഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസിലും പറഞ്ഞ് പോവാം. ഒറ്റയടിക്ക് പറയുന്നില്ല. ഇന്ന് നിങ്ങൾ ഒരു ബ്രീത്തിങ് പാറ്റേൺ ആണെന്ന് ഓർക്കുക. ശ്വാസത്തിന് ഉപയോഗിച്ച് കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതികളാണെന്ന് ഓർക്കുക. അത് മാത്രം മതി. ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതി എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന രീതി തന്നെയാണ്. റിസൾട്ട് മുഴുവനും നമുക്ക് മനസ്സിനാണ് കൂടുതലത്. അതായത് എനർജി വൈസ് ആണ് ഒരു സമാധാനം, സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട്. ഇതിനൊക്കെ ഒത്തിരി നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് പോലെയാണ് നമ്മളിന്ന് ചെയ്യുന്നു പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഇടത് കൈ ഒരു മുദ്രയിലോ അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടോ വെക്കാം. വലത് കൈയുടെ തമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നോസിൻ്റെ വലതുവശം അടച്ചു പിടിക്കുക തമ്പ് കൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവിലുള്ള 2 വിരൽ ചുരുട്ടിയിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് പിടിക്കാം. അതല്ലെങ്കിൽ 2 വിരലുകൾ യൂസ് ചെയ്തിട്ടും ചെയ്യാം. നിവർന്നിരുന്നാൽ മതി. തമ്പ് ക്ലോസ് ചെയ്തു. ലെഫ്റ്റ് സൈഡിലൂടെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. പതുക്കെ സോഫ്റ്റ് ആൻഡ് ലോങ് ബ്രീത്ത്. അപ്പുറത്തുള്ള വിരൽ കൊണ്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്തു. റൈറ്റിലൂടെ പുറത്ത് വിടാം. വീണ്ടും റൈറ്റിലൂടെ ഉള്ളിലേക്ക് എടുക്കൂ. ക്ലോസ് ചെയ്യുക. ലെഫ്റ്റിലൂടെ പുറത്ത്. ലെഫ്റ്റിലൂടെ ഉള്ളിലേക്ക് എടുക്കാം. ക്ലോസ് ചെയ്തു.
റൈറ്റിലൂടെ പുറത്ത് വിടാം. കണ്ടിന്യൂ ചെയ്യൂ. ഏത് ഭാഗത്തൂടെയാണോ ശ്വാസം വിടുന്നത് അതേ സൈഡിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നു. ക്ലോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ എക്സൈൽ. അപ്പോൾ ഇത് പതുക്കെ വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് അങ്ങനെ തന്നെ ചെയ്തു നോക്കൂ ശ്രദ്ധയോടെ. പതുക്കെ കൈകൾ താഴെ വെക്കാം. എന്നിട്ട് കണ്ണടച്ച് അതേ അവസ്ഥയിൽ തന്നെ ഒന്ന് അനങ്ങാതിരിക്കാം. സുഖത്തിൽ സമാധാനത്തോടു കൂടി. പതുക്കെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. കൈകൾ ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെക്കൂ. എന്നിട്ട് സാവധാനം കണ്ണ് തുറക്കാം. നമസ്തേ. നെക്സ്റ്റ് ഡേ മുതൽ നമുക്കൊരു പുതിയ രീതിയിലേക്ക് പതുക്കെ ട്യൂൺ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അടുത്ത ദിവസം കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് DM ചെയ്താൽ മതി. താങ്ക് യു.